മോനെ ഇതാണ് പൊറോട്ട ഇറച്ചി. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. മൂപ്പര് പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ത്യയിൽ സഹിഷ്ണുത നിലനിർത്തുന്നതിൽ പൊറോട്ടയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഞാൻ 2 രീതിയിലാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് പറയുന്നത്. ഒന്ന് ട്രഡീഷണൽ വേയിൽ വീശിയിട്ടും മറ്റൊന്ന് വളരെ എളുപ്പത്തിൽ വീശാതെ. രണ്ടും വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ പഠിച്ചാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായിട്ട് മാറും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദ, ദെൻ 2 ടീസ്പൂൺ പാൽപ്പൊടി വേണമെന്നില്ല, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ഷുഗർ ഇടാം. ദെൻ 2 ടീസ്പൂൺ ഉപ്പ്. ദെൻ എനിക്ക് ആവശ്യം വന്നത് 1/4 കപ്പ് വെള്ളമാണ്. അത് ഡിപ്പെൻസ്, നിങ്ങളുടെ മൈദ പോലെ ഇരിക്കും. എന്നിട്ട് അത് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. വീശിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. വീശാതെ ആണെങ്കിൽ അങ്ങനെയൊന്നും കുഴക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നിങ്ങളെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് കുഴക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം അതിനെ ഉരുളകളാക്കുക. എനിക്കൊരു 9 to 10 ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഒരു ബൗളെടുക്കുക. അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മളുടെ ഈ ഉരുളകൾ മുങ്ങുന്ന വിധത്തിലുള്ള അളവിലായിരിക്കണം. എന്നിട്ട് നമ്മുടെ ഉരുളകൾ അതിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് കവർ ചെയ്യുക. അതൊരു മിനിമം 2 to 3 hours കവർ ചെയ്ത് വെക്കണം. ആ ടൈം കഴിയുമ്പോഴത്തേനും അത് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ വീശിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് വെക്കുമ്പോൾ അതിൻ്റെ മേലെ നിങ്ങളുടെ അടുത്ത് തോർത്തുമുണ്ടുണ്ടെങ്കിൽ അത് നനച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒരു മാക്സിമം 1 hour, ഒരു 40 minutes 1 hour വെക്കുക. അതിൻ്റെ ശേഷം ഉരുളകളാക്കിയിട്ട് അതും ഇതുപോലെ തന്നെ തോർത്തുമുണ്ട് നനച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് കുറച്ച് സമയം വെക്കണം. ഇത് വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിട്ട്, നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഓക്കെ, അതൊരു 30 minutes വെച്ചാൽ മതി, 30 to 40 minutes വെച്ചാൽ മതി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീശിയിട്ടാണെങ്കിൽ വീശണം. വീശുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം കൈകൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ നമ്മൾ ആ സൈഡുകളിൽ കുറച്ച് നൈസാക്കുക, പക്ഷേ സെൻറ്ററിൽ നൈസാവരുത്. അപ്പോഴാണ് നമ്മളിങ്ങനെ കൈ തിരിച്ച് ഇങ്ങനെ നമ്മൾ വീശുമ്പോൾ നമ്മളങ്ങനെ അടിക്കുമ്പോൾ പൊട്ടാതിരിക്കും. എന്നിട്ട് നമ്മളെ കോയിൻ പൊറോട്ട ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം വീശിയെടുക്കാൻ പറ്റും. പിന്നെ മറ്റേതാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ കൈകൊണ്ട് പരത്തിയിട്ട് വലിയ സൈസാക്കിയിട്ട് നമുക്ക് കിട്ടും. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴൽ യൂസ് ചെയ്യാം. എന്നിട്ട് കുഴൽ യൂസ് ചെയ്തിട്ട് നല്ലോണം പരത്തിയിട്ട് എടുക്കാം. അത് വലിയ സൈസ് വേണ്ട, കാരണം കോയിൻ പൊറോട്ടയാണ്. എന്നിട്ടൊന്നുമില്ല, നമ്മൾ അടിപൊളിയായിട്ട് ചുരുട്ടി അങ്ങോട്ട് എടുക്കും. എന്നിട്ട് ചുട്ടെടുക്കും പൊറോട്ട. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന പൊറോട്ടയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് എന്നോട് കൂടെ ഒന്ന് പങ്കുവയ്ക്കുക. സൂപ്പറാണെന്ന് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ.